Hi friends, welcome to Commerce Bytes. I hope you people are all doing well. എനിക്ക് ഒരു കമൻറ്റ് കിട്ടിയിരുന്നു, അതായത് കുറച്ച് ലെങ്തി ആവുന്നുണ്ട് എന്നുള്ളത്. നമ്മളത് കട്ട് ഷോട്ട് ചെയ്ത് ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കും എന്ന് ഞങ്ങൾ അഷ്യൂർ ചെയ്യുന്നു. ഓക്കെ, ഇനിയുള്ള സമയം നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ആൻഡ് ഒരു കുട്ടി കാര്യം കൂടെ ആഡ് ഓൺ ചെയ്തോട്ടെ. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 14, 2021 നിങ്ങളുടെ വിധി എഴുതുന്ന ഒരു ദിവസമാണ്. ഓക്കെ, കേരള സെറ്റിൻ്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വേണ്ടത് എനിക്കത് കിട്ടും എന്ന് 100% നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേരള സെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? 100% നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക, എനിക്കത് കിട്ടും എന്നുള്ളത്. ഓക്കെ, 1% പോലും അയ്യോ എനിക്കത് കിട്ടില്ലേ, എനിക്ക് കിട്ടാനുള്ള സംശയമുണ്ട്, അങ്ങനെ ചിന്തിക്കേ അരുത്. ഓക്കെ, ഇതൊരു മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് മാത്രം നടക്കുകയുള്ളൂ. ഓക്കെ, so that's it. Let's jump into our video. We have 7 set of questions today. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചോട്ടെ, വി ഹാവ് 11 പ്ലേലിസ്റ്റ് ഇൻ അവർ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ. ഗോ സെർച്ച് ഫോർ ഓൾ ദ വീഡിയോസ് ബിക്കോസ് വിച്ച് ആർ ക്രിയേറ്റഡ് ഇൻ ദ പ്ലേലിസ്റ്റ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഈ കേരള സെറ്റ് 2021 മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ആവശ്യമില്ലാത്ത വീഡിയോസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാ ഇമ്പോർട്ടൻറ്റ് വീഡിയോസും മാത്രമാണ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഡു വാച്ച് ദാറ്റ് വീഡിയോസ്, ഡു നോട്ട് മിസ് എനി വൺ ഓഫ് ദ വീഡിയോ. കാരണം നിങ്ങൾ ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും, അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ആൻഡ് ടേക്ക് ഡൗൺ ഓൾ ദ ലെക്ചർ നോട്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1. 3 level of moral development comprising 6 stages proposed by. ഇന്നലത്തെ വീഡിയോസിൽ ഒരെണ്ണത്തിലുണ്ടായിരുന്നു മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 levels ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അത് കംപ്രൈസ് ചെയ്തിരിക്കുന്നത് 6 stages ആയിട്ടാണ്. ആരാണ് ഈ ഒരു മോറൽ ഡെവലപ്മെൻറ്റ് പ്രപ്പോസ് ചെയ്തത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ കൊഹൽബർഗ്. കാരണം നമുക്ക് അറിയാം, എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം. ഞാൻ നിങ്ങൾക്ക് ഒരു കീവേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ABCD എന്ന് ആ ഒരു പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ KLM കൊഹൽബർഗ്, എന്നിട്ട് ഞാൻ പറഞ്ഞു മോറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. സോ ഓർക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ഒരു കീവേഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ആർ റിമെമ്പറിങ് ദ പോയിന്റ്. ഓക്കെ, ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ വരുന്ന 3 സ്റ്റേജും അതിൻ്റേതായ സബ് ഹെഡിങ്സും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പറയുന്നത്. പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, അതിൽ 2 ഓറിയൻറ്റഡ് ഉണ്ട്, പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റഡ് ഉണ്ട്, ഹെഡനോസ്റ്റിക് ഓറിയൻറ്റേഷൻ ഉണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺവെൻഷണൽ സ്റ്റേജ് ആണ്. അത് ഇൻ്റർപേഴ്സണൽ കോൺകറഡൻസ് ഓറിയൻറ്റേഷൻ, അതുപോലെ ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഇസ് post conventional stage. It includes social contract or legislative orientation and universal ethical principle orientation. നിങ്ങൾ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ കൊഹൽബർഗ് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന വീഡിയോ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ 100% ചാൻസസ് ഉണ്ട്. ഓക്കെ, അടുത്ത ഓപ്ഷനിൽ പറയുന്ന ഹോഫ്മാനെ വിട്ടേക്കൂ. അല്ലാതെ പൈഗറ്റും ഫ്രൂഡിൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഉണ്ട്. പൈഗറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഫ്രൂഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. സ്റ്റുഡൻസ് ഷുഡ് ബി ഗിവൺ ഹോം വർക്ക് ടു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഹോം വർക്ക് ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? സോ ദ ആൻസർ ഓപ്ഷൻസ് ആർ സ്റ്റഡി അറ്റ് ഹോം, ചെക്ക് ദെയർ പ്രോഗ്രസ് ബൈ ടീച്ചർ, കീപ് ദം busy and develop habit of self-study. Here the answer will be option D, that is develop habit of self-study. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈവൻ തോ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം, കാരണം ന്യൂ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നാണ് ചിന്തിക്കേണ്ടത്. സ്റ്റുഡൻസിന് എന്തായിരിക്കും ഗുണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി, അതായത് ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് സെൽഫ് സ്റ്റഡി, അത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു പോസിറ്റീവാണ് അല്ലേ? സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. കുട്ടികൾക്ക് സെൽഫ് സ്റ്റഡി ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യാനാണ്
ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഹോംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, question number 3, psychologist Dash and his colleagues list out 7 steps leading to effective problem solving, recognize, define, develop and strategy, organize the knowledge and figure out the resources, monitor progress and evaluate the solution. ഈ ഒരു 7 സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് ഏത് സൈക്കോളജിസ്റ്റാണ് പ്രൊപ്പോൺ ചെയ്തത് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. Options are option A, John Bransford, option B, Carl Dunker, and option C, Adams, and option D, Longer and Piper. Here the answer will be John Bransford. So നിങ്ങൾ അതൊന്ന് ഓർത്താൽ മതി. ജോൺ ബ്രാൻസ്ഫോർഡും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൊളീഗ്സും കൂടിയാണ് ഒരു പ്രോബ്ലം സോൾവിങ്ങിൻ്റെ 7 സ്റ്റെപ്പ് ലീഡിങ് ആൻഡ് എഫക്റ്റീവ് പ്രോബ്ലം സോൾവിങ് സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ജോൺ ബ്രാൻസ്ഫോർഡ് ആൻഡ് ഹിസ് കൊളീഗ്സ് 7 സ്റ്റെപ്പ് ലീഡിങ് ടു എഫക്റ്റീവ് പ്രോബ്ലം സോൾവിങ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിങ് വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, moving to the 4th question. According to Bloom's taxonomy of education objective, which of the following is not a specification of application? So let's check out the options. Option A, respects, option B, verifies, and option C, interprets, and option D, predicts. ഹിയർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്പെസിഫിക്കേഷൻ എന്നാണ്. ഞാൻ ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഗോ സെർച്ച് ഫോർ ബ്ലൂംസ് ടാക്സോണമി. അതിൽ ഞാൻ എല്ലാം ഇൻ ഡെപ്ത് ആയിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള എളുപ്പത്തിനുള്ള ട്രിക്സും ടിപ്സും എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഡു നോട്ട് miss out to watch that video. So here the answer will be option D, that is predicts എന്നാണ്. അതായത് ഈ ഒരു ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ് ഇല്ലേ, അതിൽ ഒരു ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു 6 ആയിട്ട് ഒരു പോയിൻറ്റ്സ് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവിൻ്റെ ഉള്ളിൽ. അതിന് സിമിലർ ആയിട്ടുള്ള മീനിങ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് വൺ നോളജ് ആണെന്ന് വിചാരിക്കൂ, നോളജ് ആണ്. ഓക്കെ, സോ നോളജ് ആസ് എ പ്രൊഡക്റ്റ്. അപ്പോൾ അതിന് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് വേർഡ്സ്, ഓക്കെ, കുറച്ച് ടേംസ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് റീകോൾ, ഡിസ്ക്രൈബ്, ഡിഫൈൻ, ഐഡൻറ്റിഫൈ, റെക്കഗ്നൈസ് എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 5 പോയിൻറ്റ്സിനും നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈസിലി പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ മസ്റ്റാണ്. കാരണം കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഈ ഒരു ബ്ലൂംസ് ടാക്സോണമി. ഓക്കെ, അവരിപ്പോൾ 2-3 കൊല്ലമായി അടുപ്പിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു പോർഷൻ വിട്ട് കളയാനേ പറ്റില്ല. അണ്ടർസ്റ്റുഡ്? സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് പ്രെഡിക്ട്സ്. ഓക്കെ, so let's move to the next question. Question number 5. Which of the following method is more suitable to understand achievement of great scientist? Options are demonstration method, option B, laboratory method, option C, biographic method, and option D, lecture method. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിക്കാണും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ചോദിച്ചിട്ടുള്ളത് ഗ്രേറ്റ് സയൻറ്റിസ്റ്റിൻ്റെ കാര്യമാണ്. സയൻറ്റിസ്റ്റ് എപ്പോഴും അവരുടെ വർക്കൗട്ട് ചെയ്യുന്നത് അവരുടെ മെത്തേഡ് എന്തായിരിക്കും? ലാബിലായിരിക്കും. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ ലബോറട്ടറി മെത്തേഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വൈറ്റ് സിമ്പിൾ, റൈറ്റ്? So moving to the 6th question, which is the highest level according to taxonomy of education objective by Bloom? എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ് ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പീപ്പിൾ ഷുഡ് ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ ബ്ലൂംസ്. കാരണം ബ്ലൂംസ് ടാക്സോണമി ഞാൻ ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് പറഞ്ഞിട്ടുള്ളതാണ്. അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ചിലപ്പോൾ അവർ ഒരു ബേസിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദർ ആർ ചാൻസസ് ഓഫ് റിസ്ക്. സോ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നുക്ക് ആൻഡ് കോർണറിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് ലെവൽ അക്കോർഡിംഗ് ടു ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ് ബൈ ബ്ലൂംസ് എന്നാണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ, ഓപ്ഷൻ ബി സിന്തസിസ്, ഓപ്ഷൻ സി ഇവാലുവേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി അനാലിസിസ്. Here the answer will be option
സി ദാറ്റ് ഈസ് ഇവാലുവേഷൻ. നമുക്കൊന്ന് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവിൻ്റെ ആ ഒരു ഓർഡർ ഒന്ന് നോക്കാം അല്ലേ. നിങ്ങൾക്കതൊരു ക്വിക്ക് റിവിഷൻ ആയിരിക്കും. സോ ദ ബേസിക് ആയിട്ട് വരുന്നത് നോളജാണ്, നോളജ് ആസ് എ പ്രൊഡക്റ്റ്. ദെൻ കോംപ്രിഹെൻഷൻ, ദ തേർഡ് വൺ ആസ് ആപ്ലിക്കേഷൻ, ആൻഡ് ദ ഫോർത്ത് വൺ ആസ് അനാലിസിസ്, ദെൻ സിന്തസിസ്, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇവാലുവേഷൻ. സോ ഇവാലുവേഷൻ ഇസ് ദ ഹയസ്റ്റ് വൺ. ഓക്കെ, നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. സോ ഇതിന് ഞാനൊരു നിമോണിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേസ് എന്നാണ്. കെ നോളജ് എന്നിട്ട് കേസ്. നമ്മൾ സാധാരണ കേസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? CASE അല്ലേ. അതിന് തൊട്ട് മുന്നിൽ ഒരു കെയും കൂടി ഇട്ടാൽ മതി. അണ്ടർസ്റ്റുഡ്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ, so K for knowledge, C for comprehension, A for application and A for analysis, S for synthesis and the last E for evaluation. ഈ കേസിൽ A സ്ക്വയർ ആണ് കേട്ടോ. കാരണം 2 A ഉണ്ട്. ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അനാലിസിസ്. ആ ഒരു ഓർഡർ മറന്നു പോവാതെ തന്നെ നോക്കുക. കാരണം ക്വസ്റ്റ്യൻ വരാൻ വളരെയധികം ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഡെയിലി ടോപ്പ് മിനി സീരീസ് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ഈ ഓരോ ടേമിനും സിമിലർ ആയിട്ടുള്ള വേർഡ്സ്, ഇപ്പോൾ ഞാൻ നോളജിന് പറഞ്ഞില്ലേ, റീകോൾ, ഡിസ്ക്രൈബ്, ഡിഫൈൻ, ഐഡൻറ്റിഫൈ, റെക്കഗ്നൈസ് എന്നുള്ളത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാലൻസ് 5 ടേംസിനുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ ഈ ബാക്കിയുള്ള 5 ടേംസ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ, ഇതിന് സിമിലറായിട്ട് വരുന്ന ടേംസ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് അടിച്ച് നോട്ട് ഡൗൺ ചെയ്യുന്നെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ കോംപ്രിഹെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. സോ അണ്ടർസ്റ്റാൻഡ്, ഹാവ് ഇൻസൈറ്റ്, പ്രിഡിക്റ്റ് ആൻഡ് ഇൻ്റർപോളേറ്റ്. കണ്ടോ? സോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4 ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആപ്ലിക്കേഷനിൽ വരാത്തത് ഏതാണ് എന്നുള്ളത്. ആൻഡ് വി ഹാവ് മാർക്ക്ഡ് ആൻസർ D, ദാറ്റ് ഇസ് പ്രിഡിക്ട്സ് എന്ന് നമ്മൾ മാർക്ക് ചെയ്തില്ലേ. കാരണം എന്താണ്? ഈ പ്രിഡിക്റ്റ് എന്നുള്ള ഈ ഒരു ടേം വരുന്നത് എവിടെയാണ്? കോംപ്രിഹെൻഷനിലാണ്. അണ്ടർസ്റ്റുഡ്? സോ കോംപ്രിഹെൻഷനിൽ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാപ്പാഠം പഠിച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ മസ്റ്റാണ്. ഓക്കെ, സോ കോംപ്രിഹെൻഷൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. അണ്ടർസ്റ്റാൻഡ്, ഹാവ് ഇൻസൈറ്റ്, പ്രിഡിക്റ്റ്, ഇൻ്റർപോളേറ്റ്, എക്സ്ട്രാപോളേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ്, ഇല്ലസ്ട്രേറ്റ് ആൻഡ് ഡ്രോ. ഞാനിപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡെയിലി ടോപ്പ് മിനി സീരീസിലുണ്ട്. ഓക്കെ, ആൻഡ് പോയിന്റ് നമ്പർ 3 പറയുന്നത് ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, ക്വസ്റ്റ്യൻ നമ്പർ 4 പറഞ്ഞത്. സോ ആപ്ലിക്കേഷനിൽ പറയുന്നത് യൂസ് സംതിങ് ഇൻ എ സ്പെസിഫിക് മാനർ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ചെയ്യുന്നത്. അപ്ലൈ, ഷോ, ഡെമോൺസ്ട്രേറ്റ്, യൂസ്, പെർഫോം, റിലേറ്റ്, ഡെവലപ്പ്, ട്രാൻസ്ഫർ, കൺസ്ട്രക്ട് ആൻഡ് എക്സ്പ്ലെയിൻ. ഇതെല്ലാമാണ് ആപ്ലിക്കേഷനിൽ വരുന്നത്. ഇനി അനാലിസിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇൻ ടു പാർട്സ്. നമ്മൾ ഒരു കാര്യം സെപ്പറേറ്റ് ചെയ്യുകയാണ് പാർട്ട് ബൈ പാർട്ടായിട്ട്. അതിൽ വരുന്ന ടേംസ് വരുന്നത് അനാലിസിസ്, ഐഡൻറ്റിഫൈ, സെപ്പറേറ്റ്, ഡിസ്ക്രിമിനേറ്റ്, ബ്രേക്ക് ഡൗൺ, ഡിസ്റ്റിങ്വിഷ്, ഡിഡക്ട് ആൻഡ് കാറ്റഗറൈസ്. ഓക്കെ, മൂവിങ് ടു പോയിന്റ് നമ്പർ 5 ദാറ്റ് ഇസ് സിന്തസിസ്. അതിൽ വരുന്നത് കമ്പൈൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. സിന്തസിസ് എന്ന് പറയുന്നത് എന്താ? നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിങ്ങനെ കമ്പൈൻ ചെയ്യുന്നു, റീസ്റ്റേറ്റ് ചെയ്യുന്നു, സമ്മറൈസ്, പ്രൊപ്പോസ്, ജനറലൈസ്, കൺക്ലൂഡ്, ഡിറൈവ്, ഓർഗനൈസ്, ക്ലാസിഫൈ ആൻഡ് ഫോർമുലേറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് ഒന്നും കൂടെ കേട്ട് നോട്ട് ഡൗൺ ചെയ്യുന്നെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇവാലുവേഷൻ. ഇവാലുവേഷനിൽ പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ 5 സ്റ്റേജസ്, മേക്കിംഗ് ജഡ്ജ്മെൻറ്റ് ആൻഡ് അതിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ്, ജഡ്ജ്, ഡിസൈഡ്, ചൂസ്, അസസ്, കോൺട്രാക്ട്, സെലക്ട്, ക്രിട്ടിസൈസ്, ഡിഫെൻഡ്, സപ്പോർട്ട്, അറ്റാക്ക് ആൻഡ് കമ്പയർ. ഇതെല്ലാമാണ് നമ്മളുടെ ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സിൻ്റെ കുറച്ച് ടേംസും. നമ്മൾ 6 ടേംസ് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് കീവേഡ്സും നമ്മളിപ്പം മെൻഷൻ ചെയ്തു. ഓക്കെ, സോ ഐ തിങ്ക് ബ്ലൂംസ് ടാക്സോണമി ഈസ് ഓൾ ക്ലിയർ ടു യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, so moving to the last question of this series, which one is the best instructional procedure for teaching higher level thinking skills?
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചിങ് രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതും ഹയർ ലെവൽ തിങ്കിങ് സ്കിൽസിന്. ഇപ്പോൾ ഞാൻ പറയുന്ന 4 ടേംസിനെ പറ്റിയിട്ടുള്ള അർത്ഥം നിങ്ങൾക്കറിയാമെങ്കിൽ സുഖമായി തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓപ്ഷൻ എ പറയുന്നത് സ്കാഫോൾഡ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ഓപ്ഷൻ സി ഡെമോൺസ്ട്രേഷൻ ആൻഡ് ഓപ്ഷൻ ഡി സൈലൻറ്റ് റീഡിംഗ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സ്കാഫോൾഡ് തന്നെയാണ്. ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡ്, അതായത് ടീച്ചർ ആഡ് സപ്പോർട്ട് ഫോർ ദ സ്റ്റുഡൻസ് ഇൻ ഓർഡർ ടു എൻഹാൻസ് ദ ലേണിംഗ് ആൻഡ് എയ്ഡ് ഇൻ മാസ്റ്ററി ഓഫ് ടാസ്ക്. അതായത് ടീച്ചർ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ടായിരിക്കും സ്റ്റുഡൻസിന് നിൽക്കുന്നത്. സോ ടീച്ചർ ഡസ് ദിസ് ബൈ സിസ്റ്റമാറ്റിക്കലി ബിൽഡിംഗ് ഓൺ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ആൻഡ് നോളജ് ആസ് ദേ ആർ ലേണിംഗ് ന്യൂ സ്കിൽസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ ഫോർ ടീച്ചിങ് ഹയർ ലെവൽ ഓഫ് തിങ്കിങ് സ്കിൽസ്. അതായത് ഹയർ ലെവൽ ഓഫ് തിങ്കിങ് സ്കിൽസ് കൂടുതൽ കുട്ടികൾക്ക് വർക്കൗട്ട് ചെയ്യുന്നത് ഏത് ഇൻസ്ട്രക്ഷനിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ സ്കാഫോൾഡ്. കാരണം അവിടെ ടീച്ചർ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് മാത്രം നിൽക്കുള്ളൂ. ഓക്കെ, കുട്ടികളാണ് അവരുടെ തിങ്കിങ് സ്കിൽ ഉപയോഗിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നോളജ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നോളജ് ഫൈൻഡ് ചെയ്യേണ്ടത് എല്ലാം കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള വർക്കാണ്. ഓക്കെ, സോ സ്കാഫോൾഡ് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുന്ന അതേ രീതി പോലെ ഇരിക്കും ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കില്ലേ, ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്ഷൻ സി പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ. അത് നമ്മളിപ്പോൾ ലാബിൽ പോയി, കെമിസ്ട്രി ലാബിൽ പോയി അതിൻ്റെ സൊല്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫൈൻഡിങ്സ് കിട്ടും, നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിനെയാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് സൈലൻറ്റ് റീഡിങ്. ടീച്ചർ പറയാണ്, സ്റ്റുഡൻസ് യു ക്യാൻ റീഡ് യുവർ ടെക്സ്റ്റ് ബുക്സ് നൗ സൈലൻ്റ്ലി എന്ന് പറയില്ലേ, ആ ഒരു മെത്തേഡ്. സോ നിങ്ങൾക്ക് ഈ 4 ഓപ്ഷനിൽ ഏതാണ് ബെസ്റ്റായിട്ട് തോന്നുന്നത്? ഡെഫിനറ്റ്ലി യു പീപ്പിൾ ക്യാൻ ഗോ വിത്ത് ദ ആൻസർ ഓപ്ഷൻ എ, ദാറ്റ് ഇസ് സ്കാഫോൾഡ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ ഓപ്ഷനിൽ വരുന്ന എല്ലാ ടേംസിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ ഡെയിലി ടോപ്പ് മിനി സീരീസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നിങ്ങൾ കംപ്ലീറ്റ് ബഞ്ച് ഓഫ് നോളജ് ആവും. ആൻഡ് യു പീപ്പിൾ ഷുഡ് ഹാവ് എ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. നല്ല പ്രാക്ടീസ് ഉണ്ടാവണം. ക്വസ്റ്റ്യൻസ് നമ്മൾക്കിങ്ങനെ കണ്ട് പഴകിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ ദിസ് ഇസ് ദ ആൻസർ, അപ്പോൾ തന്നെ ടപ്പേന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ്. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.